1998 സെപ്റ്റംബർ മാസം. മലേഷ്യയിലെ സാൻഹോയ് നിപ്പ എന്ന ഒരു കൊച്ചു ഗ്രാമം. പന്നി വളർത്തലാണ് ഗ്രാമവാസികളിൽ മിക്കവരുടെയും വരുമാന മാർഗം. 1-2 ദിവസമായി തങ്ങളുടെ പന്നികൾക്കെല്ലാം എന്തോ ഒരു അസ്വസ്ഥത അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയിട്ട്. അധികം വൈകാതെ തന്നെ ഇതേ അസ്വസ്ഥതകൾ ചില ഗ്രാമീണരിലും പ്രകടമായി തുടങ്ങി. കഠിനമായ പനിയും ശ്വാസതടസ്സവും മാനസികമായ ഒരു അങ്കലാപ്പും പലരെയും കിടപ്പിലാക്കി. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ മരണങ്ങളുടെ ദിവസങ്ങളായിരുന്നു. ജപ്പാൻ ജ്വരം അഥവാ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന മസ്തിഷ്ക വീക്കം കേരളത്തിലടക്കം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മരണം വിതയ്ക്കുന്ന ഒരു സമയമായിരുന്നു അത്. ആദ്യമൊക്കെ ഡോക്ടർമാർ കരുതിയത് ജപ്പാൻ ജ്വരം തന്നെയാണ് ഇവിടെയും വില്ലനെന്ന് തന്നെയായിരുന്നു. ഏകദേശം ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെ ആകുമ്പോഴേക്കും കാര്യങ്ങൾ ആകെ കൈവിട്ടു പോയിരുന്നു. 200ഓളം ആളുകൾ മരണപ്പെട്ടു. 6 ലക്ഷത്തോളം പന്നികളെ കൊന്നൊടുക്കേണ്ടി വന്നു. ആ പ്രദേശത്തിൻ്റെ സാമ്പത്തിക നില ആകെ താറുമാറായി. കൂടുതൽ കേസുകൾ വരികയും രോഗലക്ഷണങ്ങൾ കൂടുതൽ മനസ്സിലായി വരികയും ചെയ്തപ്പോൾ ഒരു കാര്യം കൃത്യമായി: ജപ്പാൻ ജ്വരമല്ല ഇവിടുത്തെ മരണവാഹകർ. സമാനമായ സംഭവങ്ങൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എപ്പോഴെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നായി പിന്നീടുള്ള അന്വേഷണം. മലേഷ്യയിലെ ഈ സംഭവങ്ങൾക്ക് ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപ് 1994 സെപ്റ്റംബർ മാസം ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനടുത്ത് ഹെൻഡ്ര എന്നൊരു സ്ഥലത്ത് കുറേ കുതിരകളും ഒരു കുതിര പരിശീലകനും സമാനമായ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് മരണപ്പെട്ടിരുന്നു. പിന്നീട് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ നൽകപ്പെട്ട ഹെൻഡ്ര വൈറസിൻ്റെ ആക്രമണമായിരുന്നു മരണകാരണം. മലേഷ്യയിലെ ഈ കൊച്ചു ഗ്രാമത്തെ താറുമാറാക്കിയ വൈറസിൻ്റെ ചെയ്തികൾക്ക് കൂടുതൽ സാമ്യം ജപ്പാൻ ജ്വരത്തേക്കാൾ ഹെൻഡ്ര വൈറസിൻ്റെ ചെയ്തികളോടായിരുന്നു. രക്തസാമ്പിളുകളിൽ നിന്നും വൈറസിനെ വേർതിരിച്ച് ഹെൻഡ്ര വൈറസുമായി താരതമ്യം ചെയ്തു നോക്കിയപ്പോൾ രണ്ടിനും ഇരട്ടകളെപ്പോലെ സാമ്യം. പക്ഷേ ഒരു പ്രശ്നം: ഹെൻഡ്രയിൽ രോഗം പിടിപെട്ടവരുടെയും മരണപ്പെട്ടവരുടെയും എണ്ണം മലേഷ്യയിലേതിനെ അപേക്ഷിച്ച് താരതമ്യേന വളരെ കുറവായിരുന്നു. സാമ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നുവെങ്കിലും ഒരേ വൈറസ് 2 സ്ഥലത്ത് 2 രീതിയിൽ പെരുമാറുന്നത് ശാസ്ത്രകാരന്മാരെ വല്ലാതെ കുഴക്കി. ഈ 2 വൈറസുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള ചോദ്യം കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് നയിച്ചു. ഒടുവിൽ ഉത്തരവും കിട്ടി. ഒരേ ജനുസിൽപ്പെട്ട 2 വ്യത്യസ്ത തരം വൈറസുകളാണ് ഓസ്ട്രേലിയയിലും മലേഷ്യയിലും ഉണ്ടായ ഔട്ട്ബ്രേക്കുകൾക്കും പിന്നിൽ. അതുകൊണ്ട് മലേഷ്യയിലെ സാൻഹോയ് നിപ്പ എന്ന പ്രദേശത്ത് ആദ്യമായി കണ്ടെത്തിയ ആ വൈറസിന് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ കൊടുത്തു: നിപ്പ വൈറസ്. ആളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി എന്താണ് ഈ 2 വൈറസുകളും തമ്മിലുള്ള വ്യത്യാസം? അതറിയണമെങ്കിൽ വൈറസിൻ്റെ ഘടനയെപ്പറ്റിയും അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെപ്പറ്റിയും ഒരു ചെറിയ ധാരണ ഉണ്ടായിരിക്കണം. അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമുക്ക് നോക്കാം. വൈറസ് എന്നല്ല, ഏത് ജീവജാലങ്ങൾക്കും ഒരു ജനിതക പദാർത്ഥം ഉണ്ടാകും. ചിലതിൽ ഇത് DNA ആയിരിക്കും, മറ്റു ചിലതിൽ RNA ആയിരിക്കും. ഇതിനുള്ളിൽ ചില നിർദ്ദേശങ്ങൾ ജീനുകളുടെ രൂപത്തിൽ കോഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. പല ജീനുകളിലുള്ള ഈ നിർദ്ദേശങ്ങളാണ് ആ ജീവിയുടെ ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത്. മനുഷ്യൻ്റെ DNA-യിൽ ഇതുപോലത്തെ 21,000 ജീനുകളുണ്ട്. കോടാനുകോടി പ്രോട്ടീനുകൾ നിർമ്മിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഈ 21,000-ൽ പരം ജീനുകളിൽ കോഡ് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ വൈറസുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തിക്കാൻ കോടാനുകോടി പ്രോട്ടീനുകളുടെ ആവശ്യമൊന്നുമില്ല. ആകെ അവർ ചെയ്യുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ മറ്റു ജീവികളുടെ കോശത്തിലേക്ക് വലിഞ്ഞു കയറി പെരുകുക എന്നുള്ളത് മാത്രമാണ്. അതിന് അവർക്ക് ആകെ വേണ്ടത് അതിൻ്റെ പ്രതലത്തിൽ മറ്റ് ജീവികളുടെ കോശത്തിലേക്ക് കയറാൻ അവയെ സഹായിക്കുന്ന കുറച്ച് പ്രോട്ടീനുകൾ മാത്രമാണ്. ഇനി ആ പണി അവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് നിപ്പയെയും ഹെൻഡ്രയെയും തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. മറ്റെല്ലാ വൈറസുകളെയും പോലെ തന്നെ ഈ 2 വൈറസുകൾക്കും ഒരു ബാഹ്യ പ്രതലമുണ്ട്. ആ പ്രതലത്തിനകത്ത് ക്യാപ്സിഡ് എന്നറിയപ്പെടുന്ന ഒരു കവചത്തിനുള്ളിൽ 6 ജീനുകളുള്ള ഒരു RNA ഉണ്ട്. ഈ 6 ജീനുകളിലായി മൊത്തം 9 പ്രോട്ടീനുകൾ നിർമ്മിക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഈ 9 പ്രോട്ടീനുകളാണ് ബാഹ്യ പ്രതലത്തിൽ വന്ന് ഇങ്ങനെ തെറിച്ചു നിൽക്കുന്നത്. ഈ പ്രോട്ടീനുകളാണ് മറ്റ് ജീവികളുടെ കോശങ്ങളിലേക്ക് കയറിപ്പറ്റാൻ
ഈ വൈറസുകളെ സഹായിക്കുന്നത്. ജീനുകളുടെ എണ്ണവും മൊത്തത്തിലുള്ള പ്രോട്ടീനുകളുടെ എണ്ണവും രണ്ട് വൈറസുകളിലും തുല്യമാണെങ്കിലും ജീനുകളിൽ കോഡ് ചെയ്തു വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ രണ്ടിലും വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളും വ്യത്യസ്തമാണ്. നിപയിലുള്ള പ്രോട്ടീനുകളിൽ ഒട്ടുമിക്കതും ഇൻട്രയിലേതിനെ അപേക്ഷിച്ച് മനുഷ്യകോശങ്ങളിലേക്ക് കയറി ചെല്ലാൻ എളുപ്പമുള്ള രീതിയിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. കാണാൻ ഇരട്ടക്കുട്ടികളെ പോലെ ഉണ്ടെങ്കിലും മലേഷ്യക്കാരൻ നിപ്പ കൂടുതൽ ഭീകരനാവാനുള്ള കാരണം ഇതാണ്. വൈറസുകളുടെ ഭീകരതയെ കണക്കാക്കുന്ന ഒഫീഷ്യൽ റാങ്കിംഗ് ഒന്നും നിലവിലില്ലെങ്കിലും മരണനിരക്കും മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയും കണക്കിലെടുക്കുമ്പോൾ ഇതുവരെ നമ്മൾക്കറിയാവുന്ന ഏറ്റവും ഭീകരന്മാരായ 4-5 വൈറസുകളെ എടുത്താൽ നിപ്പയും ആ ലിസ്റ്റിൽ കാണും. നിപ്പയ്ക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കാവുന്ന ചില ആൻറ്റിവൈറലുകളും വാക്സിനുകളും ഡെവലപ്മെന്റിന്റെ പല ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നുണ്ട്. മിക്കവയും പരീക്ഷണങ്ങളുടെ 1-ാം ഘട്ടത്തിൽ തന്നെയാണ്. ഫലപ്രാപ്തി ഉറപ്പുവരുത്തുന്നതിനുള്ള 2-ാം ഘട്ട പരീക്ഷണങ്ങൾ വൈറസ് വ്യാപനം സജീവമായ പ്രദേശങ്ങളിൽ തന്നെ നടത്തേണ്ടതുണ്ട്. നിപ്പ വൈറസ് ബാധ അപൂർവമായി മാത്രം ഉണ്ടാവുന്നതിനാൽ 2-ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുക എന്നാൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ChAdOx1 എന്ന ഒരു വാക്സിൻ മാത്രമാണ് 2-ാം ഘട്ട പരീക്ഷണങ്ങളിലേക്ക് കടന്നത്. പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന പരീക്ഷണങ്ങളും വലിയൊരു വെല്ലുവിളിയാണ്. ഉദാഹരണത്തിന് മോഡേണ എന്ന കമ്പനിയുടെ mRNA-1215 എന്ന വാക്സിൻ 1-ാം ഘട്ടം പൂർത്തിയാക്കിയെങ്കിലും തുടർ പരീക്ഷണങ്ങൾക്കായി പരിഗണിച്ചില്ല. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് നടക്കുന്ന PHVO2 എന്ന ഒരു മരുന്നിൻ്റെ 2-ാം ഘട്ട പരീക്ഷണങ്ങളാണ് ഇനിയുള്ള പ്രതീക്ഷകളിൽ ഏറെ പ്രധാനം. 1-ാം ഘട്ട പരീക്ഷണങ്ങളിലെ ഈ മെല്ലെപ്പോക്കും പ്രാദേശികമായി മാത്രം നടത്താൻ കഴിയുന്ന തുടർ പരീക്ഷണങ്ങളും കാരണം ലോകമെമ്പാടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിപ്പ വാക്സിൻ യാഥാർത്ഥ്യമാകാൻ ഇനിയും വർഷങ്ങളെടുക്കും. വാക്സിൻ ഡെവലപ്മെൻറ്റിൻ്റെ പുരോഗതിയേക്കാൾ ഏറെ പിന്നിലാണ് ആൻറ്റിവൈറൽ ചികിത്സാ സംവിധാനങ്ങളുടെ പുരോഗതി. മനുഷ്യരിൽ പരീക്ഷണം നടക്കുന്ന ഒരേ ഒരു പ്രതിരോധ മരുന്ന് M102.4 എന്ന ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡി മാത്രമാണ്. NIHൻ്റെ പിന്തുണയോടെ നടക്കുന്ന ഈ പരീക്ഷണവും 1-ാം ഘട്ടത്തിൽ തന്നെയാണ്. റിബാവൈറസ് തുടങ്ങിയ പ്രധാന ആൻറ്റിവൈറലുകൾ ഒന്നും തന്നെ മനുഷ്യരിലേക്ക് പരീക്ഷിക്കുന്ന ഘട്ടത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഫലപ്രദമായ ചികിത്സാ രീതികൾ ലഭ്യമല്ലാത്തതിനാൽ വരും കാലങ്ങളിലുണ്ടാകുന്ന നിപ്പ വ്യാപനങ്ങളെ നേരിടാൻ നമുക്ക് പ്രധാനമായും ആശ്രയിക്കേണ്ടി വരിക സപ്പോർട്ടീവ് കെയർ തന്നെയായിരിക്കും. അതുപോലെ തന്നെ കർശനമായ അണുബാധ നിയന്ത്രണവും. 2026-2027 കാലയളവിൽ തന്നെ അതിൽ ചിലതെങ്കിലും വിജയകരമായി പുറത്തു വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.